മോദി സ്തുതി പാടാത്തവർക്ക് പട്ടിണി കിടക്കേണ്ടി വരുമെന്ന നിലപാടിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്നോട്ടില്ല. ചിരിക്കുന്ന ചിത്രങ്ങൾ വഴി ആളുകളുടെ മനസ്സിൽ ഇടം പിടിക്കുന്നതിനുള്ള ശ്രമത്തിലാണ് മോദി. വില കൂടിയ ക്യാമറയിൽ പകർത്തിയ ചിത്രങ്ങൾ രാജ്യത്തെ പൊതുനിരത്തുകളിലും വാർത്താ മാധ്യമങ്ങളിലും എന്തിനേറെ പറയുന്നു പെട്രോൾ പമ്പുകളിലും ഇടം പിടിച്ചിട്ടുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ സൈക്കോളജിക്കൽ മൂവ് എന്ന് പറയാം. ഈ ചിത്ര സംസ്കാരവുമായി ബന്ധപ്പെട്ട് പശ്ചിമ ബംഗാളിൽ നിന്ന് പുറത്തു വരുന്ന ഒരു ഞെട്ടിക്കുന്ന റിപ്പോർട്ടുണ്ട്. പശ്ചിമ ബംഗാളിന് നൽകേണ്ട റേഷൻ പണം തടഞ്ഞുവച്ച കേന്ദ്രം അതിന് കാരണമായി പറയുന്നത് പ്രധാനമന്ത്രിയുടെ ചിത്രമോ ലോഗോയോ പതിപ്പിച്ചിട്ടില്ല എന്നതാണ്. ഇത് കാരണമേതാണ്? 7000 കോടി രൂപ കേന്ദ്രം തടഞ്ഞുവെച്ചിരിക്കുന്നതായി മമതാ ബാനർജി സർക്കാർ ആരോപിക്കുന്നുണ്ട്. ലോഗോയും പ്രധാനമന്ത്രിയുടെയും സംസ്ഥാനത്തെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും ഫോട്ടോ പ്രദർശിപ്പിക്കുന്ന ബ്രാൻഡിംഗ് മാനദണ്ഡങ്ങൾ അത് പാലിച്ചില്ല എന്നാരോപിച്ച് ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം പ്രകാരമാണ് റേഷൻ പണം തടഞ്ഞുവച്ചത്. BJP സർക്കാർ NFSA പ്രകാരം സംസ്ഥാനത്തിന് മുന്നിൽ 3-2 നിബന്ധനകൾ വച്ചതായി സംസ്ഥാന ഭക്ഷ്യവകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ നിബന്ധന, എല്ലാ റേഷൻ കടകൾക്ക് മുന്നിലും പ്രധാനമന്ത്രിയുടെ ഫോട്ടോ പതിച്ച ഒരു ഫ്ലക്സോ ബാനറോ സ്ഥാപിക്കണം. രണ്ടാമത്തേത്, റേഷൻ വാങ്ങിച്ചതിന് ശേഷം പോയിന്റ് ഓഫ് സെയിൽ മെഷീനിൽ നിന്നും നൽകുന്ന രസീതിയിൽ നാഷണൽ ഫുഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ലോഗോ ഉണ്ടായിരിക്കണം. ഈ 2 നിബന്ധനകളും ബംഗാൾ പാലിക്കാൻ കൂട്ടാക്കിയില്ല. തുടക്കത്തിൽ കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകിയെങ്കിലും പിന്നീട് പദ്ധതി പ്രകാരം സംസ്ഥാനത്തിന് പണം നൽകുന്നത് നിർത്താൻ തീരുമാനിക്കുകയായിരുന്നു. സർക്കാർ ഉദ്യോഗസ്ഥർ പറയുന്നതിനനുസരിച്ച് സംസ്ഥാനത്തെ അർഹതയുള്ള 6 കോടി ഗുണഭോക്താക്കൾക്ക് ഭക്ഷണം വാങ്ങുന്നതിനായി കേന്ദ്രം NFSA പ്രകാരം പണം അനുവദിച്ചിരുന്നു. പശ്ചിമ ബംഗാളിന് നൽകേണ്ട 7000 കോടി രൂപ തടഞ്ഞുവെച്ചതോടെ റേഷൻ പണം വകയിരുത്തേണ്ട ചുമതല സർക്കാരിനാണ്. നെല്ല് സംഭരണം നടത്തിയാണ് ജനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നിലവിൽ റേഷൻ വിതരണം ചെയ്യുന്നത്. 2022-23 സാമ്പത്തിക വർഷത്തിൽ 70 ലക്ഷം ടൺ സംഭരിക്കാനാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതുവരെ ലക്ഷ്യത്തിൻ്റെ 30% സംഭരിക്കാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. 70 ലക്ഷം ടൺ നെല്ല് സംസ്ഥാനത്തെ 2 കോടിയിലധികം ആളുകൾക്ക് പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ വിതരണം ചെയ്യാനാണ് ബംഗാൾ ഉദ്ദേശിക്കുന്നത്. അതിനിടയിലാണ് കൊതികെറുവുമായി കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നിരിക്കുന്നത്.